എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്നത്തെ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട മഞ്ഞപ്ര പള്ളി വികാരിയച്ഛൻ, യോഗം ഉദ്ഘാടനം ചെയ്ത നമ്മളുടെ വാർഡ് മെമ്പർ സാജകൻ, അതുപോലെ തന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ പ്രധാന സ്പോൺസേഴ്സ് ആയിട്ടുള്ള എറണാകുളം ജില്ലാ അസോസിയേഷൻ കുവൈറ്റ് അതിന്റെ ഭാരവാഹികളായിട്ടുള്ള ജനറൽ സെക്രട്ടറി അന്തമേട്ടൻ, ചാരിറ്റി ആൻഡ് വെൽഫെയർ കൺവീനർ ബെന്നിച്ചേട്ടൻ, അങ്കമാലി NRI അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി ശ്രീചേട്ടൻ, അയ്യമ്പുഴ എൻ്റെ ഗ്രാമ വാട്സപ്പ് കൂട്ടായ്മയുടെ പ്രതിനിധികളെത്തിയിട്ടുള്ള അതിൻ്റെ അഡ്മിൻസ്, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കുട്ടികൾ. നേരത്തെ ടീച്ചർ സൂചിപ്പിച്ചു, ഞാൻ അച്ഛന് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് അന്വേഷിച്ചാണ് ഈ സ്കൂളിലേക്ക് കടന്നു. ഏതാണ്ട് 34-35 വർഷം മുമ്പ് ഈ വിദ്യാലയത്തിൽ പഠിച്ച് ഇറങ്ങിപ്പോയ വിദ്യാർത്ഥിയാണ്. അതിന് ശേഷം 1-2 തവണ പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മളിവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ഓർക്കുന്നത് കഴിഞ്ഞ ഒരു 15 വർഷത്തിന് ഇപ്പുറം വിദ്യാലയത്തിലേക്ക് വരേണ്ട ഒരു ആവശ്യമോ സാഹചര്യമോ ഉണ്ടായിരുന്നില്ല. പാസ്പോർട്ട് എടുക്കാനായിട്ട് അച്ഛൻ്റെ ഡോക്യുമെന്റ് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് വേണ്ടിയാണ് ഇത് വരുന്നത്. സത്യത്തിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ആവശ്യം വന്നില്ല എന്നുള്ളതാണ് ആ ഒരു പാസ്പോർട്ട് അപേക്ഷിക്കുന്നത്. അതൊരു നിമിത്തമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഞാനത് വന്ന സമയത്ത് ഇവിടെ പാസ്പോർട്ടുകളുടെ പണി കഴിഞ്ഞ് ഇവിടെ ഫർണിച്ചറൊക്കെ അറേഞ്ച് ചെയ്യുന്ന സമയമായിരുന്നു. ഇത് കുറച്ചുകൂടി പാസ്പോർട്ടിലേക്ക് ഒരു അലമാരയുടെ ആവശ്യമുണ്ട്, സഹായിക്കാൻ പോലും ചോദിച്ചു. മഞ്ഞപ്പുറമുള്ള സെബി അപ്പോൾ തന്നെ ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഞങ്ങൾ സഹകരിച്ച് ഒരു അലമാര അന്ന് വാങ്ങി കൊടുത്താണ് നമ്മളത് പോയത്. അതിനുശേഷം പിന്നീട് സ്കൂളിന്റെ വാർഷികം നടന്ന സമയത്ത് ഞാൻ നാട്ടിലായിരുന്നു. HM എന്നോട് വാർഷികത്തിന്റെ കാര്യം സൂചിപ്പിച്ച് ഞാനിവിടെ എത്തിച്ചായിരുന്നു. ആ സമയത്താണ് ഇവിടെ പഠിക്കുന്ന നിർദ്ധനരായിട്ടുള്ള കുട്ടികളുടെ ട്രാൻസ്പോർട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അസൗകര്യം ബുദ്ധിമുട്ട് അറിയിച്ചത്. 2 കുട്ടികൾക്ക് എങ്കിലും വിദ്യാഭ്യാസ സഹായം, ട്രാൻസ്പോർട്ടേഷന്റെ സഹായം നൽകാമോ എന്നുള്ളൊരു കാര്യമാണ് ടീച്ചർമാർ ആദ്യം സൂചിപ്പിച്ചത്. ഞാൻ ടീച്ചർമാരോട് പറഞ്ഞു, ടീച്ചർ നിങ്ങൾ ഇവിടെ എത്ര കുട്ടികളുണ്ടോ അത്രയും കുട്ടികളുടെ എണ്ണം എനിക്ക് തായോ, നമുക്ക് പരിചയമുള്ള സുഹൃത്തുക്കൾ സംഘടനകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന പരമാവധി സഹായം നൽകാം എന്നുള്ള ഒരു കാര്യം പറഞ്ഞു. 2 കുട്ടികൾക്ക് വേണ്ടി തുടങ്ങിയ ഒരു പരിശ്രമം ഇന്ന് 25 കുട്ടികൾക്ക് ഒരു വർഷത്തെ ട്രാൻസ്പോർട്ടേഷന്റെ ഫീസ് നൽകാനുള്ള രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ സാധിച്ചത് എറണാകുളം ജില്ലാ അസോസിയേഷൻ, കുവൈറ്റിന്റെയും അങ്കമാലി NRI അസോസിയേഷൻ, അതുപോലെ തന്നെ അയ്യമ്പുഴ പോലുള്ള നിരവധി ആളുകളുടെ, അതിനപ്പുറത്തേക്ക് കുറെ വ്യക്തികളുടെ ഒക്കെ സഹായം കൊണ്ടാണ്. നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വേണ്ടിയിട്ട് നിരവധി ആളുകൾ, പേര് പുറത്തു പറയാൻ താല്പര്യമില്ലാത്ത ആളുകൾ ഉൾപ്പെടെ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ നമ്മൾക്ക് സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. ഇങ്ങനൊരു സഹായം നൽകാനായിട്ട് നമ്മുടെ മനസ്സിൽ തോന്നാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതേ സാഹചര്യത്തിൽ കൂടെ കടന്നുപോയ ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ ഈ സ്കൂളിൽ പഠിക്കുമ്പോഴും ഇതിന് ശേഷം മറ്റു വിദ്യാലയങ്ങളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നല്ല യൂണിഫോം ഇടാൻ സാഹചര്യമില്ലാതെ, പുസ്തകങ്ങളോ ബാഗുകളോ ഒന്നും വാങ്ങാനായിട്ട് സാഹചര്യമില്ലാത്ത കാലഘട്ടത്തിൽ കൂടെ കടന്നുപോയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ്. എന്നെ സംബന്ധിച്ച് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കടന്നു പോകുന്ന വിദ്യാർത്ഥികളുടെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത് മറ്റൊരാൾ പറഞ്ഞു തന്ന് അറിയേണ്ട ആവശ്യമില്ല, അതെനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്തത്. അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഇനിഷ്യേറ്റീവ് എടുക്കുന്ന സമയത്ത് നിരവധി ആളുകൾ, ഈ വിദ്യാലയത്തിൽ തന്നെ പഠിക്കുന്ന നിരവധി ആളുകൾ അങ്ങോട്ട് ചോദിക്കാതെ തന്നെ ഇങ്ങോട്ട് നമുക്ക് സഹായമായിട്ട് വന്നു എന്നുള്ളതാണ് ഇന്ന് ഈ ഒരു പ്രോഗ്രാം ഇത്രയും ഭംഗിയായിട്ട് സംഘടിപ്പിക്കാൻ നമുക്ക് സാധിച്ചത്. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഫണ്ട് കളക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ട് നമ്മുടെ നാട്ടുകാരനും ചുള്ളിക്കാരനുമായിട്ടുള്ള ബിജു ഇഞ്ചയ്ക്കാന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്, വർഗീസ് പോൾ എന്നാണ് ആളുടെ ശരിക്കുള്ള പേര്. ആളെന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്ത് ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് എറണാകുളം ജില്ലാ അസോസിയേഷൻ EDA പോയിട്ട് ഇതിനകത്ത് കടന്നു വരുന്നത്. ടീച്ചർ പ്രസിഡന്റ് ആണല്ലേ, വർഗീസ് പോൾ എന്നാണ് ആളെ ആക്ച്വൽ നെയിം. ഞങ്ങൾ ബിജേട്ടൻ വിളിക്കുന്നത്, ബിജേട്ടൻ പ്രസിഡന്റ് ആണ്. ബിജേട്ടന്റെ പ്രത്യേകം ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്, ബിജേട്ടന്റെ ഒരു സപ്പോർട്ട് കൂടി ഉള്ളതുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ പ്രധാനപ്പെട്ട മെയിൻ സ്പോൺസറായിട്ട് EDA കടന്നു വരുന്നത്. 50,000 രൂപയാണ് നമ്മൾക്ക് അവർ ഈ ഒരു പ്രോഗ്രാമിലേക്ക് അവർ സ്പോൺസർഷിപ്പ് നൽകിയിരിക്കുന്നത്. അവരെ പ്രത്യേകം ഈ ഒരു അവസരത്തിൽ ഒപ്പം തന്നെ അങ്കമാലി NRI അസോസിയേഷൻ, ഞാനും കൂടി അംഗമായിട്ടുള്ള ഒരു അസോസിയേഷനാണ്. നമ്മുടെ അങ്കമാലി നിയോജകമണ്ഡലത്തിൽ നിരവധിയായിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ സഹായം, മെഡിക്കൽ എമർജൻസികളുള്ള സഹായങ്ങൾ, വീടുകളില്ലാത്ത ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുക, അങ്ങനെ നിരവധിയായിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയും ഇതിന്റെ ഫണ്ട് കളക്ട് ചെയ്യുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്.
സംഘടനയുടെ റെപ്രസെന്റേറ്റീവായിട്ട് വന്നിരിക്കുന്ന റീച്ചേട്ടനും പ്രത്യേകം അഭിനന്ദനം ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നിരവധി വ്യക്തികൾ മഞ്ഞപ്പുറയുള്ള സെബി, മേരിയിലുള്ള ഷൈജു ആഗസ്തി, ഷാജു പടയാടൻ, ചുള്ളിലുള്ള വർഗീസ് മാണിക്കത്താൻ, സിജു മൈപ്പാൻ, സൗമ്യ നോബി, അതുപോലെ തന്നെ മഞ്ഞപ്പുറമുള്ള ഒരു സ്ഥാപനം മിലാനോ ഫുഡ് ലൈൻസ്, ഇവരൊക്കെ നമുക്ക് സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. അതുകൂടാതെ പേര് പുറത്തു പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ആളുകൾ നമുക്ക് സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ ആളുകളെയും ഏകോപിപ്പിച്ച് ഇതൊരു പ്രോഗ്രാമാക്കി മാറ്റാൻ സാധിച്ചു എന്നുള്ളതാണ് എന്റെ ഭാഗത്ത് നിന്ന് ഇതിനകത്തേക്കുള്ള ഒരു കോൺട്രിബ്യൂഷൻ. ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ നമ്മളൊരു നിമിത്തമായി എന്ന് മാത്രം. സഹകരിക്കാനായിട്ട് നിരവധി ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ്, ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള പരിപാടികൾ കോർഡിനേറ്റ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, നാട്ടിലെ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് മുൻകൈ എടുത്ത് അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് മുൻകൈ എടുത്ത് പുറത്ത് ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതിനുവേണ്ടി ഫണ്ട് കളക്ട് ചെയ്യാനൊക്കെ ഉള്ള ആളുകളുടെ പോരായ്മയാണ്. സഹായിക്കാൻ സന്മനസ്സുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ നിരവധിയുണ്ട്. ഇതുപോലുള്ള സംഘടനകൾ, അതുപോലെ തന്നെ ഇവിടെ നിന്നൊക്കെ പഠിച്ചിറങ്ങി പോയിട്ടുള്ള വിദ്യാർത്ഥികൾ, അതുപോലുള്ള ആളുകൾ, നിരവധിയായിട്ടുള്ള ആളുകൾ സഹായിക്കാൻ സന്മനസ്സായിട്ട് പുറമേ ഉണ്ട്. ഇനിയും വരും വർഷങ്ങളിലും ഇവരെ എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്തിട്ട് ഈ സ്കൂളിന് ചെയ്യാൻ പറ്റാവുന്ന സഹായങ്ങൾ നൽകാനായിട്ട് ശ്രമിക്കുന്നതാണ്. തുടർന്ന് ഈ സംഘടനകളുടെ എല്ലാവരുടെയും സഹായം നമുക്കുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2 ലക്ഷം രൂപയാണ് നമുക്ക് ആകെ കളക്ഷൻ ഉള്ളത്. 20 കുട്ടികളുടെ വിദ്യാഭ്യാസ സഹായത്തിലേക്ക്, ട്രാൻസ്പോർട്ടേഷനിലേക്ക് നൽകാം എന്നുള്ളൊരു പ്ലാനിലാണ് നമ്മൾ ഫൈനലൈസ് ചെയ്തത്. പക്ഷേ കുട്ടികളുടെ ഓരോ മാസത്തെയും ഫീസ് കൊടുക്കുന്ന ആ ഒരു കണക്ക് കൃത്യമായിട്ട് എടുത്ത സമയത്ത് ചില കുട്ടികൾ 1000 എന്നുള്ളത് 800, 700, 800, 650 അങ്ങനെ പല റേറ്റിലാണ് കൊടുക്കുന്നത്. അപ്പൊ 25 കുട്ടികളുടെ വിദ്യാഭ്യാസ സഹായത്തിലേക്കായിട്ട് ഒരു വർഷത്തെ ട്രാൻസ്പോർട്ട് ഫീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് 20,000 രൂപ വീതം 10 മാസം. ആദ്യത്തെ ഒരു മാസം ജൂൺ മാസത്തേക്കുള്ള പൈസ ഓൾറെഡി ക്യാഷായിട്ട് നമ്മൾ ഇന്ന് ഹാൻഡ് ഓവർ ചെയ്യും. ബാക്കിയുള്ള 9 മാസത്തേക്കുള്ള തുക മഞ്ഞപ്പുറ സർവീസ് സഹകരണ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് എല്ലാ മാസവും 30-ാം തീയതി HM-ന് വിഡ്രോ ചെയ്യാവുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ റെസീപ്റ്റും ചെക്കും ടീച്ചർക്ക് ഇവിടെ വെച്ചൊന്ന് ഹാൻഡ് ഓവർ ചെയ്യും. അപ്പോൾ ചെറിയൊരു എമൗണ്ട് എങ്കിലും 6-9 മാസം കഴിഞ്ഞ് എടുക്കുന്ന ഒരു എമൗണ്ടിൽ ചെറിയൊരു എമൗണ്ട് എങ്കിലും അതിന്റെ പലിശയായിട്ട് കിട്ടുന്നത് കൂടി സ്കൂളിന് പ്രയോജനപ്പെടുത്താം എന്നുള്ളൊരു ആശയത്തിലാണ് അങ്ങനെ ഒരു കാര്യം ഏർപ്പാടാക്കിയിട്ടുള്ളത്. ഇതാണ് ഈ ഒരു എഡ്യൂക്കെയർ 2024 ബന്ധപ്പെട്ടുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഇതിന്റെ ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷനാണ്.